ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴുത്ത ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഞാൻ രണ്ട് വിധത്തിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. 4 ഏത്തപ്പഴം കട്ടാക്കി എടുത്തിട്ടുണ്ട്. വലിയ സൈസാട്ടോ ഏത്തപ്പഴം, അതുകൊണ്ടാണ് അത്രത്തോളം ഉള്ളത്. ഇനി ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്തോട്ടേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ടേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരുന്ന ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഇതിൽ പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണം, അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിവിടെ പഞ്ചസാര ഒരു 4-4.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്ന് കുറച്ചാൽ മതി കേട്ടോ. ഇത് അത്യാവശ്യം ഞാനിവിടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് തേങ്ങ, ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഏത്തപ്പഴം എടുത്തത് കൊണ്ടാണ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിലും കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. അതിലോട്ടേക്ക് 1 കപ്പ് മൈദ, ഒരു മുട്ട, പിന്നെ ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. പാലില്ലെങ്കിൽ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു പിഞ്ച് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ബാറ്റർ നല്ല ലൂസാക്കി എടുക്കണം. പിന്നെ ഞാനിവിടെ അത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സി ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാറ്റർ നല്ല ലൂസായിരിക്കണം, അപ്പോഴായിരിക്കും നമുക്ക് നമ്മൾ വിചാരിച്ച പോലെയുള്ളത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 വിധത്തിൽ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കാം ലെയറായിട്ട്, പിന്നെ നമുക്ക് റോളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഒന്ന് ലാസ്റ്റ് വരെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ സമയത്ത് അതിലോട്ടേക്ക് ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ നൈസായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ തിക്കായിട്ട് തിന്നായിട്ട് ചെയ്താൽ മതി. അപ്പോഴായിരിക്കും നമുക്ക് ലെയറായിട്ട് ചെയ്തെടുക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒന്ന് റെഡിയായി എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലെയറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് കൂടുതലാണ് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ 2-3 ലെയറായിട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഒരു നമ്മളുടെ ഫില്ലിങ് നല്ല ഒരു ബ്രൗൺ കളറാകുന്നവരൊന്ന് ആക്കിയെടുക്കണം. അപ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക. നമ്മൾ പഴവും അതേപോലെ തന്നെ ബ്രൗൺ കളറാക്കി എടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു ദോശയും അതേപോലെ തന്നെ ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോഴായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അങ്ങനെ ഞാനിവിടെ 2ാമത്തെ ലെയറും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ചൂടോടുകൂടി ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അങ്ങനെ ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി മുകൾ വശം കൂടി ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടാക്കി എടുത്താൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിനെ കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാറ്റർ ഒന്നും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് എന്ന് കാണുമ്പോൾ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അത്രത്തോളം ഫില്ലിങ് ഇടുന്നത്. പിന്നെ നമ്മളുടെ സൈഡ് വശമൊന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. റൗണ്ടിൽ മാത്രം, അകത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഏകദേശം റെഡിയായെന്ന് കാണുമ്പോൾ ഇതൊന്ന് റോളാക്കി എടുത്താൽ മാത്രം മതി. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഒന്ന് ഒരു കൗതുകത്തോടു കൂടി കഴിക്കുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വിചാരിച്ച രീതിയിൽ ഒന്ന് കട്ടാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു സ്നാക്സാണിത്. അപ്പോൾ ഇത് 2 വിധത്തിലും ചെയ്തെടുത്തത് രണ്ടും 2 വിധത്തിലുള്ള ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.